തൃശൂർ പൂരത്തിന് ഒരുങ്ങുന്നതിനിടെ വെടിക്കെട്ടുപുരയിൽ നിർമ്മാണശാലയിൽ സ്ഫോടനമെന്ന അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് തൃശൂരിൽ നിന്ന് വരുന്നത്. മുണ്ടത്തിക്കോട് എന്ന പ്രദേശത്താണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന് വെടിക്കെട്ടിന് വേണ്ടി ഓതറൈസ്ഡായ ലൈസൻസി അവിടെ ഈ പറഞ്ഞ പടക്കങ്ങളടക്കം സൂക്ഷിച്ചിരുന്നു, പടക്കങ്ങളടക്കം നിർമ്മിച്ചുകൊണ്ടിരുന്നു. ആ ഇടത്താണ് ഉച്ചയോടുകൂടി ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് നടത്താനിരിക്കെ അത്യാവശ്യം സ്റ്റോക്ക് അവിടെ ഉണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പുകയും ശബ്ദവും ഉണ്ടെന്നൊക്കെയാണ് പ്രാഥമികമായി പ്രദേശവാസിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. 40ഓളം പേർ ആ ഇടത്ത് ആ സമയത്ത് ജോലിക്കുണ്ടായിരുന്നുവെന്ന് അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത വരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജുള്ള. അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റെസ്ക്യൂ വളരെ വേഗത്തിലായിരുന്നു. അവരെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായി എന്ന വാർത്ത വരുന്നു. അത് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോൾ ചികിത്സയിലുള്ളവരെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രദേശത്തെ മനസ്സിലാക്കുമ്പോൾ പൊതുവെ ഈ പടക്ക നിർമ്മാണശാലയൊക്കെ ലൈസൻസ് കിട്ടണമെങ്കിൽ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളായിരിക്കണം, അടുത്തൊന്നും വീടുകൾ ഉണ്ടാവരുത്. ആ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഒരു വെടിക്കെട്ട് നിർമ്മാണ പുരയാണ്, വെടിക്കെട്ട് പുരയാണെന്നാണ് നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടുകളൊക്കെ വളരെ ദൂരത്താണ്, അല്പം ഡിസ്റ്റൻസ് മാറി തന്നെയാണ് വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാപ്തി, അങ്ങനെ ഒരു ആഘാതം മറ്റു വീടുകൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പ്രാഥമികമായി മനസ്സിലാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക അവിടെ വെടിപ്പുരയിൽ, വെടിക്കെട്ടുപുരയിൽ എത്ര പേർ തൊഴിലാളികളായി ഉണ്ടായിരുന്നു, അവർക്കാർക്കൊക്കെ പരിക്കുണ്ടെന്ന കാര്യങ്ങളടക്കം വ്യക്തത വരാനുണ്ട്. ശ്രീകുമാരൻ വളരെ അല്പസമയം കൊണ്ട് തന്നെ, മിനിറ്റുകൾക്കകം തന്നെ ഈ പറയുന്ന പ്രദേശത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എല്ലാവരെയും 40ഓളം പേർ അവിടെയുണ്ട്. എത്ര പേർ ആശുപത്രിയിൽ എത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. 40 എന്നത് ചെറിയ സംഖ്യയല്ല. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട് അടക്കം നടക്കാനിരിക്കെ അത്യാവശ്യം വലിയ സ്റ്റോക്കും സ്റ്റോറേജും അവിടെ ഉണ്ടാകാനാണ് സാധ്യത. വർഷങ്ങളോളമായി തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടിയിട്ട് വെടിക്കെട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന മുണ്ടത്തിക്കോടാണ്. ഇവിടെയുള്ള ഓതറൈസ്ഡ് ഡീലറാണ്, ഓതറൈസ്ഡ് ലൈസൻസിയാണ്. ആ ലൈസൻസിയുടെ ഉടമസ്ഥതയിലുള്ള ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇടത്താണ് സ്ഫോടനം ഉണ്ടായിരുന്നത്. എന്താണ് കാരണം, എങ്ങനെയാണ് അപകടം നടക്കുന്ന കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. വലിയ ചൂടാണ്, ഇതൊക്കെ അപകടത്തിന് വ്യാപ്തി കൂട്ടിയെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു മണിക്കൂറിൽ അറിയാൻ കഴിയുക. പ്രാഥമികമായി അല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത, 40ഓളം തൊഴിലാളികൾ ജോലി ചെയ്ത ഇടത്ത് ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോക്കുള്ള പടക്കങ്ങൾ ഉണ്ടായിരുന്ന ഇടത്താണ് സ്ഫോടനം. അതുകൊണ്ട് തന്നെ വലിയ പുകയൊക്കെ അവിടെ നിന്ന് ഉയരുന്ന പ്രദേശവാസികൾ അടക്കം. ശ്രീകുമാറാണ് വിവരം നൽകുന്നത്. ശ്രീത്ത്, ഈ പറയുന്ന പ്രദേശത്തിനടുത്താണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നേരത്തെ ശ്രീത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു. അതുകൊണ്ട് റെസ്ക്യൂ എളുപ്പമായിരുന്നു, എല്ലാവരും പെട്ടെന്ന് ആശുപത്രി എത്തിക്കാനായെന്ന് മനസ്സിലാക്കുന്നു. ആശുപത്രിയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എത്ര പേർ ചികിത്സയിൽ, ആരോഗ്യനില എന്ത് എന്നതൊക്കെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കാറായിട്ടുണ്ടോ നമുക്ക്? നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുഹേൽ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് ഒരു 40ഓളം പേർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ റെസ്ക്യൂ വളരെ പെട്ടെന്ന് തന്നെ നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മെഡിക്കൽ കോളേജിന് വളരെ അടുത്താണ് ഈ പ്രദേശം. നമുക്ക് എല്ലാവർക്കും അറിയാം, മുണ്ടത്തിക്കോടിന്റെ സമീപത്തെ ഒരു പാടത്താണ് ഈ ഒരു വെടിക്കെട്ട് നിർമ്മാണശാല ഉള്ളത്. അതീവ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് ഈ വെടിക്കെട്ട് നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് അപ്പുറത്തെ മേഖലകളിലേക്കൊക്കെ വീടുകളുണ്ട്. അങ്ങോട്ടൊന്നും ഒരു കാരണവശാലും പോയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ആ 3 പേരുടെ നില ഗുരുതരമാണ്, നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായി ചില സംശയങ്ങൾ ഒക്കെ ഉണ്ടാകും. എന്താണ് ഈ ഒരു സ്ഫോടനത്തിന് കാരണം, പടക്ക നിർമ്മാണശാലയിൽ ഒരു പൊട്ടിത്തെറിക്ക് എന്താണ് കാരണം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മുണ്ടത്തിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരമായി നടക്കുന്ന, അതായത് ഇത്തരത്തിലുള്ള വെടിക്കെട്ട് നിർമ്മാണം അവിടെ സ്ഥിരമായി നടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ രീതിയിൽ ഉള്ള ഒരു പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ആ മേഖലയിൽ നിന്ന് ഉണ്ടാകാറില്ല. അതീവ സുരക്ഷാ സംവിധാനം, തൃശ്ശൂർ പൂരം നമുക്കറിയാം, എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും മുൻനിർത്തി മാത്രമേ. അതെ, ഇപ്പോൾ ശ്രീജിത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് തീ നിയന്ത്രിക്കാതെ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതാണല്ലോ. 2 പേരെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്ന ഏറ്റവും പുതിയ വിവരം. അതായത് 3 പേരെ നേരത്തെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ 2 പേരെ കൂടി മാറ്റുകയാണ്. മറ്റുള്ള തൊഴിലാളികൾ 40 പേർ അവിടെ ഉണ്ട് എന്ന വിവരം അത് ശരിയാണെങ്കിൽ ഇനിയും ഒട്ടേറെ പേരെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. പക്ഷെ തീ നിയന്ത്രണ വിധേയമാകാതെ അത് മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യനിലയിൽ കൂടി അത് ആശങ്ക ഉണ്ടാക്കുന്നതാണല്ലോ ശ്രീജിത്ത്. തീർച്ചയായും അനുജ, അതായത് ഈ ഒരു പ്രദേശത്ത് ഈ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ്, പ്രാഥമികമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായി ഈ ഒരു മേഖലയിൽ അപ്പോൾ അതൊരു ചെറിയൊരു തീപിടുത്തം അല്ലെങ്കിൽ സ്ഫോടനമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അത് കൂടുതൽ വ്യാപ്തിയിലേക്ക് നമ്മൾ പോകുന്നുവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ സ്ഫോടനത്തിന്റെ ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ വലിയ രീതിയിൽ പുക ഉയരുന്നത്, അത് ഏതാണ്ട് മെഡിക്കൽ കോളേജിന് മുകളിൽ നിന്നെടുത്ത ദൃശ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. അത് വലിയ രീതിയിൽ പുക മുകളിലേക്ക് ഉയരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഒരു ഷെഡിനാണ്
തീപിടിച്ചിരിക്കുന്നത്. വെടിക്കെട്ട് പുരയ്ക്ക് ഷെഡിന് തീപിടിച്ചു എന്നാണ് പറയുന്നത്. ഈ ലൈസൻസിയുടെ പേരടക്കം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ട് പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിലേക്ക് ആളുകൾക്ക് അടുക്കാൻ കഴിയാത്ത തരത്തിൽ കൂടുതൽ മാഗസിൻ ആ മേഖലയിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ കൂടുതൽ സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല, ആളുകളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കുറച്ചധികം ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുറച്ച് വലിയ സ്ഫോടനം തന്നെയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. വലിയ പുകപടലമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വ്യാപ്തിയേറിയ സ്ഫോടനമാണ്, പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്ന് വേണം നിലവിൽ നമുക്ക് അനുമാനിക്കാൻ. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.